ഇന്ന് നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസമാണ്. അവിടെ അമ്പലത്തിൽ പരിപാടി തുടങ്ങിയിട്ട് 7 ദിവസമായിട്ടുണ്ട്. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് പൊങ്കാല ഇടുന്ന ദിവസമാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാൻ നോക്കിയതാണ്. പക്ഷേ എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എനിക്കും എൻ്റെ കൂടെ ഇടുന്ന ചേച്ചിക്കും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 4 വർഷം കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്താണ് പൊങ്കാല ഇടുന്നത്. ഇന്ന് ഞാൻ പൊങ്കാല ഇടുന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഒന്ന്, അരവണ പായസം. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അരവണ പായസം എന്ന് വെച്ചാൽ അതിലെന്ന് വെച്ചാൽ ശർക്കരയും പഞ്ചസാരയും കൂടെ ചേരണം. നമ്മളിപ്പം ഒരു നാഴി അരിക്ക് 1 കിലോ ശർക്കര എന്നാണ് അതിൻ്റെ കണക്ക്. കുടുംബ അമ്പലമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അമ്പലത്തിൽ വരുന്ന പോറ്റിയാണ് പറഞ്ഞു തന്നത്. അരവണ പായസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എല്ലാ അമ്മമാർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് അരവണ പായസം. അതുകൊണ്ട് നിങ്ങൾ ഈ ഇതുപോലെ അമ്മയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു നിവേദ്യം അവിടെ കൊടുക്കണമെന്ന് പറയും. അങ്ങനെയാണ് എനിക്കറിയാമെന്നുള്ളത്. അതിനുശേഷം ഞാൻ എപ്പോൾ പൊങ്കാല ഇട്ടിരുന്നാലും ഈ അരവണ പായസം എനിക്ക് നിർബന്ധമാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ്. ഒരു 4-5 ദിവസം വരെ നമുക്കത് പുറത്ത് വെച്ചിരുന്നാലും ആ പായസം അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. ചീത്തയാവില്ല. അത്ര നല്ലൊരു പ്രസാദമാണ് അരവണ പായസം. അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രസാദമാണ്. ഇതിൽ ഇനി ഒരല്പം പഞ്ചസാരയും കൂടി നമ്മൾ ചേർക്കാം. അത്രയും പഞ്ചസാര ഇതിലോട്ട് ഈ അരവണ പായസത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് പോയിട്ട് പൊങ്കാല എന്ന് പറഞ്ഞാൽ അത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊങ്കാലയാണ്. വെള്ളപ്പൊങ്കാല ശർക്കര ചേർക്കാതെ അരിയും തേങ്ങയും പഴവും കൂടെ ചേർത്താണ് ആ പായസം വയ്ക്കുന്നത്. ഈ തേങ്ങയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞങ്ങളുടെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ പാലെല്ലാം ഇങ്ങനെ ഊർന്നു ഉണ്ട്. എന്നിട്ട് ഇത് അതിലോട്ട് തട്ടി കൊടുക്കണം. കലക്കി കൊടുക്കണം. ഇതിലോട്ടിട്ട് കൊടുക്കണം. അങ്ങനെ പൊങ്കാല കഴിഞ്ഞു. വെള്ളപ്പൊങ്കാല ഇത് കഴിഞ്ഞു. പിന്നെ അത് പോയിട്ട് പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അരിയും പാല്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിപ്പഴം. ചില ആൾക്കാർ അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴവും ചേർക്കില്ല. പക്ഷേ ഞാൻ എന്തായിരുന്നാലും ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴവും, ഏലക്ക, നെയ്യ്, പഞ്ചസാര കണക്കിനുള്ള പഞ്ചസാരയും ചേർത്താണ് ഞാൻ ഈ പാൽപ്പായസം ഉണ്ടാക്കും. ഒരു തേങ്ങയാണ്, ഒരു നല്ലൊരു ഇട സൈസിലുള്ള ഒരു തേങ്ങയാണ് ചിരികി വെച്ചിരിക്കുന്നത്. കോട്ടപ്പത്തിന് വേണ്ടിയാണ്. 3/4 കിലോ അരി വറുക്കരുത്. ഇത്തിരി കുറച്ച് പുട്ടിനക്കാരോ അല്പം കൂടി വറുക്കണം. ഇതിപ്പം നമ്മൾ ശർക്കര ചെത്തിയാണ് എടുക്കുന്നത്. നമ്മളിപ്പം വീട്ടാവശ്യത്തിലാണ്, വീട്ടിൽ വെച്ചൊക്കെ ആണെങ്കിൽ ഉരുക്കി അരിച്ചൊക്കെ എടുക്കും. പക്ഷേ ഇതിപ്പോൾ നമുക്കിവിടെ പൊങ്കാല ഇട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കും. അതിൽ നിന്ന് ഈ സാധാരണ നമ്മൾ എല്ലാ വീടുകളിലും എല്ലാ അമ്പലങ്ങളിലും പൊങ്കാലയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് തിരളിയപ്പം. ഇതൊക്കെ ഇനി അകത്ത് കൊണ്ടുപോകണേ. പഴവും തേങ്ങയും പയറ് വറുത്ത് പൊടിച്ചതാണ്. അതേപോലെ ഒരു 250 ഗ്രാം പച്ചരിയും കൂടി വറുത്ത് മണ്ടപ്പുറ്റിന് വേണ്ടി കുഴച്ചെടുത്തതാണ്. അതിൽ കണ്ണ്, മൂക്ക്, നെറ്റി, തല ഇങ്ങനെ ഒരാൾ രൂപം നമ്മൾ ഉണ്ടാക്കണം. ഇതിത്രയും ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. മണ്ടപ്പുറ്റ്, കോട്ടപ്പം, വെള്ളപ്പായസം, അരവണ പായസം, പാൽപ്പായസം. ഇത് ഇത്രയും എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം അവിടെ അമ്പലത്തിൽ പോയി ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇവിടെ വെച്ച് നമ്മൾ ഉണ്ടാക്കും. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇളക്കിയെടുക്കാം.
അതുകൊണ്ടാണ് ഈ തവി ഇട്ടെടുക്കുന്നത്. പ്രസന്നമുകിലുകൾ പനിനീർ തളിക്കുന്നു പ്രകൃതി. അങ്ങനെ നല്ല സന്തോഷകരമായ ഒരു പൊങ്കാല ആറ്റുകാൽ അമ്മയുടെ പേര് പറഞ്ഞത്. നല്ലൊരു പൊങ്കാല. ഇനി അടുത്ത വർഷത്തിൽ ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ മണ്ടപ്പുറ്റുണ്ടാക്കി, തിരളി ഉണ്ടാക്കി, വെള്ളപ്പായസം വെച്ച്, പാൽ പായസം വെച്ച്, ശർക്കര പായസം, അങ്ങനെ 7 പായസം നമ്മളിവിടെ ഇട്ട് നമ്മൾ രണ്ട്